Hello everyone. In the last class, we discussed a method to solve system of linear equations. System of linear equations solve ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. The method was the Gauss elimination method. Gauss elimination method ഒരു ഡയറക്റ്റ് മെത്തേഡാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് an iteration method called the Gauss-Seidal iteration method. Gauss-Seidal iteration മെത്തേഡും ഏത് തന്നെയാണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് തന്നെയാണ്. അവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എപ്പോഴും നമ്മൾ ഏത് ഫോമാറ്റിൽ എഴുതും? Ax is equal to b ഫോമാറ്റിലോട്ട് എഴുതും. What is A? A is the coefficient matrix, x is the variable matrix, that is the column matrix, and b is the right hand side of the equation, right? അപ്പോൾ ഈ iteration method or direct method difference is that in direct method number of computations is fixed and we will get the answer in a direct way. But for an iteration method, the iteration method starts from an approximation of the true solution. നമ്മൾ true solution ഒരു approximate solution നമ്മൾ സ്വയം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് ഒരു certain steps ഉണ്ടായിരിക്കും, certain computations ഉണ്ടായിരിക്കും. ആ certain computations റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. And until we will repeat this process until we get the required accuracy. In indirect method, this amount of computation depends upon the accuracy that is required. In matrices with large order, higher order matrices എടുക്കുമ്പോൾ നമുക്ക് iteration method ആണ് indirect method or direct method നെക്കാട്ടിയും ഏറ്റവും നല്ലത് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതാണ്? This indirect method. Indirect method നമ്മൾ അവിടെ one of the indirect method is Gauss-Seidal method. For using this method, if there is a sufficient condition, ഒരു condition satisfy ചെയ്താൽ മാത്രമേ നമുക്ക് ഈ iteration മെത്തേഡുകൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ആൻ സഫീഷ്യൻറ്റ് കണ്ടീഷൻ. എപ്പോഴും ഹയർ ഓർഡർ മെട്രിക്സ് വരുമ്പോൾ മാത്രം നമ്മൾ ആ സഫീഷ്യൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. എനിവേ നമുക്ക് എല്ലാ 3x3 മെട്രിക്സ് ആണെങ്കിലും നമുക്ക് സഫീഷ്യൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണോ എന്നുള്ളത് നോക്കി തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പോവാം. ദെൻ വാട്ട് ഈസ് ദ സഫീഷ്യൻറ്റ് കണ്ടീഷൻ? A sufficient condition for the method to be applicable is that A is diagonally dominant. What is A? A എന്താണെന്ന് അറിയാം, നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണെന്ന് അറിയാം. ഡയഗണലി ഡോമിനന്റ് ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് നമുക്ക് എഴുതാം. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് മെട്രിക്സ്? A1 B1 C1 A2 B2 C2 A3 B3 C3, റൈറ്റ്? ഈ മെട്രിക്സ് ഡയഗണലി ഡോമിനന്റ് ആയിരിക്കണം എന്നാ പറഞ്ഞത്. ഡയഗണലി ഡോമിനന്റ് മീൻസ് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് നോക്കുക. ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? A1 B2 and C3. The magnitude of the diagonal elements, diagonal coefficient must exceed the sum of the magnitude of the other coefficient. That means first diagonal element നോക്കുക, ഇവിടെ ഏതാണ്? A1. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആരെക്കാട്ടിയും വലുതായിരിക്കണം? ബാക്കി രണ്ട് എലമെന്റുകളുടെയും B1 പ്ലസ് മോഡുലസ് ഓഫ് C1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്തത് നോക്കുക. നെക്സ്റ്റ് അപ്പോൾ അടുത്ത എന്താ? രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഡയഗണൽ എലമെന്റ് ഏതാണ്? B2. B2ന്റെ മോഡുലസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A2 പ്ലസ് മോഡ് C2 ആൻഡ് മോഡുലസ് ഓഫ് C3, ദാറ്റ് ഇസ് എ തേർഡ് ഡയഗണൽ എലമെന്റ്. മോഡുലസ് ഓഫ് C3 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് A3 പ്ലസ് മോഡ് B3. ഇനി അടുത്തൊരു ഇക്വേഷൻ നാലാമത്തെ വേരിയബിളും ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ആ ഡയഗണൽ എലമെന്റിൻ്റെ മറ്റേ എല്ലാ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെക്കാട്ടിയും എന്തായിരിക്കണം? കൂടിയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഐട്രേഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഐട്രേഷൻ മെത്തേഡ് നമ്മൾ പഠിക്കുന്ന ഗോസ്-സീഡൽ മെത്തേഡിന്റെ അൽഗോരിതം നോക്കാം. ഓക്കെ, ഒരു അൽഗോരിതം കൺസിഡർ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഉണ്ട്, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഞാനിവിടെ 3x3 മെട്രിക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഫോർ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 3x3 തന്നെ വേണമെന്നില്ല, 4x4 മെട്രിക്സുകളും വരാം. അപ്പോൾ നമ്മൾ ഒരു 3x3 മെട്രിക്സ് എടുത്തു. അപ്പോൾ 3x3 മെട്രിക്സ് എടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് കൺവേർജൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റെപ്പ് 2. ഇഫ് ദ കൺവേർജൻസ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, റീഅറേഞ്ച് ദി ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനുകൾ മാറ്റിയും തിരിച്ചും എഴുതി ഡയഗണൽ എലമെന്റ് വലിയ എലമെന്റ് വരുന്ന രീതിയിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യുക? റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇഫ് ദ കൺവേർജൻസ് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഫോർ ദി ഗിവൺ സിസ്റ്റം, റീഅറേഞ്ച് ദി ഇക്വേഷൻ സച്ച് ദാറ്റ് ദ കൺവേർജൻസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, then third step is that
നമുക്ക് 3 ഇക്വേഷൻ നമ്മളപ്പോൾ ഓർഡറിൽ എഴുതി കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം, സെക്കൻഡ് ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം, തേർഡ് ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ എവിടെയായിരുന്നു, a1x plus b1y plus c1z is equal to d1. ഫ്രം ദാറ്റ് ഫൈൻഡ് എക്സ്. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും, a1x is equal to ബാക്കി എല്ലാത്തിനെയും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും, d1 മൈനസ് b1y മൈനസ് c1z and x is equal to 1 by a1. അതാണ് 1 by a1 into d1 minus b1y minus c1z. Right? Second equation y, third equation z. Okay, that is the third step. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് ഫസ്റ്റ് അപ്രോക്സിമേഷൻ വാല്യൂ നമ്മൾ കൊടുക്കണം. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ ഇനിഷ്യൽ വാല്യൂ. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് എഴുതുന്നതാണ്, നൊട്ടേഷൻസ് കൊടുക്കുകയാണ്. എക്സിന് x0, വൈക്ക് y0, ഇസഡിന് z0. റൈറ്റ്? അപ്പോൾ നമ്മൾ എപ്പോഴും യൂഷ്വലി എന്താണ് കൊടുക്കുന്നത്, നമ്മുടെ ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കുക. ഇനിഷ്യൽ വാല്യൂ യൂഷ്വലി കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് x is equal to 0, y is equal to 0, z is equal to 0. ദാറ്റ് ഈസ് ഫോർ എ കമ്പ്യൂട്ടേഷൻ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ ഇനിഷ്യൽ വാല്യൂസ് എപ്പോഴും എന്ത് കൊടുക്കും, സീറോസ് കൊടുക്കും. ഓക്കെ, അടുത്തത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അപ്രോക്സിമേഷൻ. ഫസ്റ്റ് അപ്രോക്സിമേഷൻ മീൻസ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിന് എന്താണ് കൊടുക്കുക, x is equal to 1 by a1 into ഇനിഷ്യൽ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ വൈക്ക് 0യും ഇസഡിന് 0യും. ഓക്കെ, ഫൈൻ. അപ്പോൾ വൈക്ക് 0യും ഇസഡിന് 0യും കൊടുക്കുമ്പോൾ എക്സിന് നമുക്ക് ഫസ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടുന്നു. ദാറ്റ് ഈസ് ഇറ്റ്. നമ്മൾ അടുത്ത ഫസ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടുന്നത് അതിന് നമ്മൾ x1 ആണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 by a1 into y d1 minus b1 y0 plus c1 z0. ദാറ്റ് വി ഗോട്ട് x1. അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ വൈയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ അല്ല കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു വേരിയബിളിന് പുതുതായിട്ടൊരു വാല്യൂ കിട്ടിയാൽ ആ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇവിടെ നമുക്ക് എക്സിന് പുതുതായിട്ടൊരു വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് വാട്ട് ഈസ് x1. ഇസഡിന് പുതുതായിട്ടൊരു വാല്യൂ കിട്ടിയില്ല, സോ z0, ഫസ്റ്റ് ഇനിഷ്യൽ അപ്രോക്സിമേഷൻ. ഇൻ ദാറ്റ് വേ വി വിൽ ഗെറ്റ് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഓഫ് വൈ. അതിനുശേഷം ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഇസഡിന് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പുതിയ വാല്യൂകൾ. എക്സിൻ്റെ വാല്യൂ കിട്ടി, പുതിയതായിട്ട് കിട്ടി, വാട്ട് ഈസ് ദാറ്റ് x1. വൈക്കും പുതുതായിട്ട് വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് y1. അപ്പം ദാറ്റ് മീൻസ് ആസ് സൂൺ ആസ് ദ ന്യൂ വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് ഫൗണ്ട്, ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. അടുത്ത ഇക്വേഷനിൽ ആ പുതിയ വാല്യൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് വേ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്, ദിസ് ഈസ് ദ standard form of this iteration process, that is xn plus 1. nth plus 1 iteration ആകുമ്പോൾ x നോക്കിക്കേ, വൈയുടെ സ്ഥാനത്ത് yn, ഇസഡിൻ്റെ സ്ഥാനത്ത് z. ദാറ്റ് വി ഗെറ്റ് ന്യൂ വാല്യൂ ഫോർ x. അപ്പോൾ yn plus 1 കണ്ടുപിടിക്കാൻ എന്താണ്, എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ പുതിയ വാല്യൂ, ഇസഡിൻ്റെ പുതിയ വാല്യൂ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തൊട്ട് മുന്നേ കിടക്കുന്ന വാല്യൂ ദാറ്റ് ഈസ് z. ബട്ട് ഇസഡ് പ്ലസ് 1 കിട്ടുന്ന എക്സിൻ്റെ പുതിയ വാല്യൂ, വൈയുടെ പുതിയ വാല്യൂ, രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇസഡ് ഇടും. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് until we get a desired solution, we will repeat the iteration. I hope you understand the method. നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എപ്പോൾ മനസ്സിലാവും, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. See the question. This is by Gauss-Seidal iteration method solve the equation. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമ്മൾ x plus b ഫോമാറ്റിൽ എഴുതുക, അല്ലെങ്കിൽ ഏത് എഴുതുക, ഇതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏതാണ്, 10 1 1 2 10 1 and third is 2 2 and 10. This is the coefficient matrix. Right? ഇനി കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതിയതിന് ശേഷം നമ്മൾ ഡയഗണലി ഡോമിനൻ്റ് ആണോ നോക്കുക. ഡയഗണൽ എലമെന്റ് ഏതാണ്, ഇത് 10 10 10 10 ആണല്ലോ. ഡയഗണലി ഡോമിനൻ്റ് ആണോ നോക്കാനായിട്ട് എന്ത് ചെയ്യണം, ഡയഗണൽ എലമെന്റിന്റെ മോഡുലസ് വാല്യൂ മറ്റേ രണ്ട് എലമെന്റിന്റെ സമ്മിനെ കാട്ടിയും വലുതാണോ നോക്കേണ്ടത്. അപ്പോൾ മോഡുലസ് ഓഫ് 10, അപ്പോൾ 10 ആണ്. അടുത്ത രണ്ട് എലമെന്റ് ഏതാണ്, 1 plus 1, ദാറ്റ് ഈസ് 2. 10 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 2. ദെൻ സെക്കൻഡ് ഡയഗണൽ എലമെന്റ് ഏതാണ്, 10 ആണ്. അത് ഏതിനെ കാട്ടിയും വലുതായിരിക്കണം, മറ്റേ രണ്ട് എലമെന്റ്സിന്റെ സമ്മിനെ കാട്ടിയും വലുതായിരിക്കണം. ഏതാണ്, മോഡുലസ് വാല്യൂ ആണ്, mod 2 plus mod 1. റൈറ്റ്? അതാണ് നോക്കിക്കോളാം. ഹിയർ സി
ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് 10 ആണ്. ആ 10 ഗ്രേറ്റർ ദാൻ mod 1 പ്ലസ് mod 1. രണ്ടാമത്തെ ഡയഗണൽ എലമെന്റ് ഏതാണ്? 10 ആണ്. mod 10 ഗ്രേറ്റർ ദാൻ mod 2 പ്ലസ് mod 1. ആൻഡ് തേർഡ് ഡയഗണൽ എലമെന്റ് ഏതാണ്? 10 ആണ്. മറ്റേ രണ്ട് എലമെന്റ് ഏതാണ്? 2 ഉം 2 ആണ്. രണ്ടിനെക്കാട്ടി ആഡ് ചെയ്യുമ്പോൾ mod 10 ഈസ് ഗ്രേറ്റർ ദാൻ 4. റൈറ്റ്? അപ്പോൾ നമുക്ക് മനസ്സിലായി this is in the in this matrix the diagonal element is dominant. Okay, now ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? what you have to do next one? അടുത്ത നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം? we have to rewrite the equation. ആദ്യത്തെ ഇക്വേഷൻ അപ്പോൾ ഓർഡർ മാറ്റേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ ഓർഡർ മാറ്റണ്ട. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. what is x from the first equation? it is 112 minus y minus z. അപ്പോൾ 10x കിട്ടും. അപ്പോൾ 1/10. Right? What is y? y is equal to 1/10 into 13 minus 2x minus z. Right? Similarly, what is z? z is equal to 1/10 into what is it? 14 minus 2x minus 2y. Right? അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻസിൽ നിന്നും എന്ത് കിട്ടി? ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ഇക്വേഷനിൽ വൈ കണ്ടുപിടിക്കുക, മൂന്നാമത്തെ ഇക്വേഷനിൽ ഇസഡ് കണ്ടുപിടിക്കുക. That is we have done here. നോക്കിക്കോളാം. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സ്, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വൈ, തേർഡ് ഇക്വേഷനിൽ നിന്ന് ഇസഡ്. ഇനി അടുത്ത് എന്താ പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ വാല്യൂ അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? നമ്മളെപ്പോഴും ഇനിഷ്യലി വാല്യൂസ് എന്താണ് കൊടുക്കുന്നത്? സീറോസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് വൈയുടെ സ്ഥാനത്ത് 0, ഇസഡിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? x1 ഈസ് ഈക്വൽ ടു 1.2. റൈറ്റ്? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഏതാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് പുതിയ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ഉപയോഗിക്കാവൂ. എക്സിന്റെ വാല്യൂ പുതിയ വാല്യൂ കിട്ടി. ഏതാണ് നമുക്ക് പുതിയ വാല്യൂ കിട്ടിയത്? ഇറ്റ് ഈസ് 1.2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? you will get y1 as 1.06. then ഇസഡിന്റെ അപ്രോക്സിമേഷൻ, ഇസഡിന്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്തായിരിക്കും? നമുക്ക് ഇമീഡിയറ്റ് നമുക്ക് ന്യൂ വാല്യൂസ് എക്സിനും കിട്ടി, വൈനും കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വി ഹാവ് ഗോട്ട് 0.948. അപ്പോൾ ഇനി അടുത്ത അപ്രോക്സിമേഷൻ സെക്കൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ സെക്കൻഡ് അപ്രോക്സിമേഷൻ. ഫോർ ദ സെക്കൻഡ് അപ്രോക്സിമേഷൻ നമ്മൾ എന്താ ഫസ്റ്റ് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും. അവിടെ എക്സിൽ ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? വൈയുടെ സ്ഥാനത്ത് ഏതാണ്? പുതുതായിട്ട് കിട്ടിയ വാല്യൂ. ഇസഡിന്റെ സ്ഥാനത്ത് ഏതാണ്? പുതുതായിട്ട് കിട്ടിയ വാല്യൂ. എക്സിന്റെ വാല്യൂ ഏതാ പുതുതായിട്ട് കിട്ടിയത്? വൈയുടെ വാല്യൂ ഏതാ പുതുതായിട്ട് കിട്ടിയത്? 1.06. ഇസഡിന്റെ പുതിയ വാല്യൂ ഏതാ കിട്ടിയത്? 0.948. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ സെക്കൻഡ് അപ്രോക്സിമേഷൻ കിട്ടും. ഇനി അടുത്തത് y2 കൊടുക്കുന്ന ഏതാണ്? y2ൽ എന്ത് ചെയ്യണം? എക്സിന് മാത്രം പുതിയ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് വാട്ട് ഈസ് 0.999. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡിന് പുതിയ വാല്യൂ കിട്ടിയില്ലല്ലോ, അപ്പോൾ അത് പഴയത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം വൈയുടെ വാല്യൂ കിട്ടും. റൈറ്റ്? അടുത്ത സെക്കൻഡ് അപ്രോക്സിമേഷൻ ഓഫ് ഇസഡ് ആണെങ്കിലോ നോക്കിക്കേ, എക്സിനും വൈനും പുതിയ വാല്യൂ കിട്ടി. അപ്പോൾ ആ രണ്ട് വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വാല്യൂ കിട്ടി. ഓക്കെ, ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ x3യുടെ അപ്രോക്സിമേഷൻ തേർഡ് ഐട്രേഷൻ വന്നപ്പോൾ x3 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? y2ഉം z2. ദെൻ y3 കണ്ടുപിടിക്കാനാണെങ്കിലോ നമുക്ക് വൈക്ക് പുതിയ വാല്യൂ കിട്ടിയ അപ്പോൾ 0.996. റൈറ്റ്? മൈനസ് ഏതാണ്? ഇസഡിന്റെ പുതിയ 0.999 is equal to 1 z3. റൈറ്റ്? ഇനി നമ്മൾ ഫോർത്ത് ഐട്രേഷനിൽ പോയി. ഫോർത്ത് ഐട്രേഷനിലും സിമിലർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വി ഗോട്ട് ആസ് x is equal to 1, y is equal to 1 and z is equal to 1. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് മെത്തേഡ്. ഒന്നും കൂടെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ അൽഗോരിതംസ് മാത്രം നോക്കിയാൽ മതി. വാട്ട് വാസ് ദ അൽഗോരിതം? എന്തായിരുന്നു അൽഗോരിതം? സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ കൺവേർജന്റ് കണ്ടീഷൻ നോക്കുക. കൺവേർജന്റ് കണ്ടീഷൻ നോക്കിയതിന് ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇക്വേഷൻ എന്ത് ചെയ്യുക? റീറൈറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എക്സ്, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് വൈ, മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഇസഡ്. റൈറ്റ്? ഇനി എന്ത് ചെയ്യുക? അതിനുശേഷം നമ്മൾ ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കുക. ഇനിഷ്യൽ വാല്യൂ യൂഷ്വലി എക്സിനും വൈക്കും 0, എക്സ് വൈ ഇസഡിന് 0 ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും.
പുതിയ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷനിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ പുതിയ വാല്യൂ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു ഡിസൈഡ് കണ്ടീഷനിലെത്തുമ്പോൾ നമ്മുടെ പ്രോസസ്സ് എൻഡ് ചെയ്യുക. I hope you understand. Thank you for listening.